നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മൾ ഇന്നൊരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചോറിൻ്റെ ഒപ്പം ഒഴിച്ചുകറിയായിട്ടോ തൊടുകറിയായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? ആദ്യം തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് 1/4 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞത് ഇതിലേക്കിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഇഞ്ചിക്കറി കൂട്ടി ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒരു കറിയുടെ ആവശ്യം വരില്ല. ഇപ്പം ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളി അതിൻ്റെ വലിപ്പം അനുസരിച്ചൊന്ന് 2 3 ഒക്കെ ആയിട്ടൊന്ന് കീറിയിടാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളി ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിടി തേങ്ങ മിക്സിയിലൊന്ന് കറക്കിയിട്ടിടാം. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും, എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ മിക്സിയിൽ കറക്കാതെയാണ് തേങ്ങ ഇടുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒരുമിച്ചിടാമേ. ഇങ്ങനെ വറുത്തരച്ച കറികൾക്ക് മൂത്ത തേങ്ങയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-11 മിനിറ്റോളം വേണ്ടി വന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി 1 മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് കിട്ടും. ഇനി ഇതിനകത്ത് ഉള്ളിയൊക്കെ മൂക്കാതെ കിടക്കുന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തവി വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. ആ ചൂടിൽ അത് വീണ്ടും ഇരുന്നിട്ടൊന്ന് മൂത്ത് വന്നോളുവേ. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഈ അരച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്ക് 3-4 ഉണക്കമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മുളകും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരപ്പ് ചേർക്കാം. അരപ്പിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞത് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. എല്ലാം തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 1-1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. 3/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് വറക്കുമ്പം അല്പം ഉലുവ ഇട്ട് മൂപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല ടേസ്റ്റ് ആയിട്ടോ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മധുരം ഇഷ്ടമുള്ളവർക്ക് അല്പം മധുരവുമാകാം. ഇതിൽ നിന്ന് ഞാൻ അല്പം മാറ്റി വെക്കുകയാണ്. മധുരമില്ലാതെ ഒഴിച്ചുകറിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ഒഴിക്കാം. അല്പം ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഈ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പാനി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് തൊടുകറിയായിട്ട് കൂട്ടാൻ പറ്റും. നല്ല കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ ഈ കറി ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഒഴിച്ചുകറിയായിട്ടോ തൊടുകറിയായിട്ടോ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചാനലിൽ ഇഞ്ചിക്കറിയുടെയൊക്കെ വീഡിയോ വേറെയും ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻസ്റ്റൻറ്റ് പുളിയിഞ്ചി പൗഡറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാവർക്കും നല്ല ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാണാത്തവരതൊന്ന് കാണണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.